ക്ഷമ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 25-നകം ഫ്ലാറ്റ് ഒഴിയണം എന്ന് MLA പറഞ്ഞിരിക്കുകയാണ്. MLA ഒഴിയാം എന്ന് സമ്മതിച്ചിരിക്കുന്നു. ഒരു MLA ഇറക്കി വിടാൻ പോവുകയാണ് ഫ്ലാറ്റിൽ നിന്ന്. ഭയങ്കര ശല്യം. ഈ MLA കാരണം ശല്യമായതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കോൺഗ്രസ്സിനകത്ത് തന്നെ ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് പൊതുവേ സംസാരം ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ 3 പേരാണ് പ്രധാനമായിട്ട്. ഒന്ന് രമേശ് ചെന്നിത്തല, പിന്നൊന്ന് K മുരളീധരൻ, മറ്റ് ഒരാൾ VD സതീശൻ. VD സതീശനാണ് അതിശക്തമായി നിലപാടെടുത്ത് നിൽക്കുന്നത്. ഇത് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ, അതായത് ഇതൊരു ഗൂഢാലോചനയുള്ള ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, വെൽ ഡ്രാഫ്റ്റഡ് ആണ്. കാരണം ഒരു വക്കീലിന് മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ലോ പോയിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ VD സതീശൻ അതിനെ നിഷേധിച്ചുകൊണ്ട്, അതായത് KPCC പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയെ നിഷേധിച്ചുകൊണ്ട് VD സതീശൻ വരുന്നു. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടല്ലേ കോടതിയിൽ പരാതി കൊടുക്കേണ്ടതെന്നാണ് VD സതീശൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പുറത്താക്കിയ ആളിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേര് തമ്മിൽ, പ്രധാനപ്പെട്ട രണ്ടുപേര് തമ്മിൽ വാക്പോരുണ്ടാകുന്നത്. വേറൊരു പാർട്ടിയിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. പുറത്തായ ആൾ പുറത്താണ്, പിന്നെ അയാളെക്കുറിച്ച് വേറെ സംസാരമൊന്നുമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ. ആദ്യത്തേത് പിന്നെ പറയുന്നതാണ്, അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമല്ല, ഒരു വിഷയമല്ല. പക്ഷേ രണ്ടാമത്തത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ സാമുദായിക അടിസ്ഥാനത്തിൽ എന്താ പറയുക, അധികാരം വിഭജനം ചെയ്യുന്ന, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കോൺഗ്രസ്. അത് ഒരു സമുദായത്തിന് ഇന്ന മന്ത്രി എന്ന രീതിയിൽ എല്ലാ സമുദായത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഇടതുപക്ഷവും വലിയ വ്യത്യാസത്തിലല്ല എങ്കിലും ഇത് കൃത്യമായി അങ്ങോട്ട് പരസ്യമായി കോൺഗ്രസിനോട് ആവശ്യപ്പെടാൻ പല സമുദായങ്ങൾക്കും സാധിക്കും. താക്കോൽ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് സുകുമാരൻ നായർ പണ്ട് വിളിച്ചു പറഞ്ഞ ആ ഒരു സാഹചര്യം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. വേറൊരു രാഷ്ട്രീയ പാർട്ടിയോട് സുകുമാരൻ നായർ, ഇപ്പോൾ CPM-നോടാണ് സുകുമാരൻ നായർ അത് പറയുന്നെങ്കിൽ CPM കേട്ടതായി പോലും നടിക്കില്ല. ചിലപ്പോൾ അവരത് കാര്യമായി എടുത്തേക്കും. അത് പക്ഷേ സുകുമാരൻ നായർ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഉടനെ എടുത്തൊരു തീരുമാനം എടുക്കാനും വെപ്രാളപ്പെട്ട് ഓടാനൊന്നും CPM തയ്യാറാവില്ല. അവർ ഇരിക്കട്ടെ, കുറച്ച് കഴിയട്ടെ, നമ്മൾ ആലോചിക്കും എന്നുള്ള രീതിയിൽ അവരതിനെ ആ രീതിയിലേ അവർ എടുക്കുകയുള്ളൂ. അവർ ഈ രീതിയിലൊന്നും തീരുമാനം എടുക്കില്ല. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഈ പറയുന്ന സാമുദായിക ഗ്രൂപ്പുകൾക്കൊരു പവർ, അധികാരം കിട്ടും. ആ അധികാരത്തിനനുസരിച്ച് അവർക്ക് വേണ്ടപ്പെട്ടവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഓരോ സമുദായങ്ങളും നടത്തും. ഇപ്പോൾ പ്രബല സമുദായം എന്ന് പറയുന്നത് ഒന്ന് SNDP, പിന്നെ NSS, അങ്ങനെയുള്ള പിന്നീട് വിവിധ സഭാ ഗ്രൂപ്പുകൾ, ക്രിസ്ത്യൻ സഭാ ഗ്രൂപ്പുകൾ, പിന്നീട് പിന്നെ ഇതുപോലെ തന്നെ മൈനോറിറ്റീസ്, ബാക്കിയുള്ള അതർ കാസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഈ ഒരു പിടിവലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായി അധികാരത്തിൽ കോൺഗ്രസ് വരുമ്പോൾ, UDF വരുമ്പോൾ, ആ ഒരു അധികാര വടംവലിക്ക് വേണ്ടി സാമുദായിക ഗ്രൂപ്പുകൾ കൂടി അവരൊരു പ്രഷർ ഗ്രൂപ്പായി, പ്രഷർ ഗ്രൂപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും, ഒരു പ്രഷർ ഗ്രൂപ്പായി, സമ്മർദ്ദ തന്ത്രം, ഒരു പ്രഷർ ഗ്രൂപ്പായി ഇവർ ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ അവിടെ തനിക്ക് അനുകൂലമായി അവർ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഒട്ടനവധി നേതാക്കളുണ്ട്. തീർത്തും മതേതരത്വം എന്ന് പറയുന്ന പല നേതാക്കന്മാരും ഈ സാമുദായിക ഗ്രൂപ്പുകളെ ഫോണിൽ വിളിച്ച്, സാമുദായിക ഗ്രൂപ്പുകളുടെ നേതാക്കളെ, ഈ പ്രഷർ ഗ്രൂപ്പുകളെ ആര് നയിക്കുന്നു ആ പ്രഷർ ഗ്രൂപ്പുകളുടെ നേതാക്കളെ വിളിച്ച് നേരത്തെ തന്നെ തനിക്ക് വേണ്ടി എന്താ പറയുക, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തോട്, തൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തോട് സമ്മർദ്ദം ചെലുത്താനുള്ള ആവശ്യം ഇവർ ഉന്നയിക്കാറുണ്ട്, മുൻപും ഉന്നയിച്ചിട്ടുണ്ട്. അതില്ല എന്ന് ഇവിടെ പലരും പുറത്തു പറഞ്ഞാലും ഇതിന് നടക്കുന്ന ഒരു കാര്യമാണ്. പകരം അവർ ഇവരിൽ നിന്നും അവർക്ക് വേണ്ടുന്നത് പിടിച്ചെടുക്കുകയും ചെയ്യും. ഇവരിലൂടെ അവരും നേട്ടം കൊയ്യും, അവർക്ക് ഇവർ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ആ ഒരു പരിപാടിയാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഇത്രയും പേര്, ഇപ്പം ജോണേട്ടൻ പറഞ്ഞ ഇത്രയും പേരും ഏത് സാമുദായിക ഗ്രൂപ്പിൽ വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് കൃത്യമാകും. K മുരളീധരൻ 1, വേണ്ട VD സതീശൻ 1, 2 രമേശ് ചെന്നിത്തല, 3 K മുരളീധരൻ. ഇനി ഇപ്പുറത്തേക്ക് എടുത്തു വെക്കുക, ഇവരുടെ ഓപ്പോസിറ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തു വെക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആവും. ഞാനിത് പരസ്യമായി, ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അല്ലേ ഞാൻ പറഞ്ഞത്. ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചോദ്യം, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇപ്പം സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർ ഈ രാഷ്ട്രീയത്തിന്റെ ഇക്വേഷന് തുല്യമായി ചിന്തിക്കുന്ന ഒരാളാണ്. സുകുമാരൻ നായർക്ക് സ്ഥിരമായി ശത്രുക്കളുമില്ല, സ്ഥിരമായ മിത്രങ്ങളുമില്ല. രാഷ്ട്രീയ പൊളിറ്റിക്സ് അങ്ങനെയാണ്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക, സാഹചര്യത്തിനനുസരിച്ച് തനിക്ക് ഉപകാരപ്പെടുന്നത് ആരോ അതാണ് തൻ്റെ മിത്രം. അതാണ് രാഷ്ട്രീയം. പൊളിറ്റിക്സും അതാണ്. തനിക്ക് ഉപകാരപ്പെടുന്നത് ആരോ അത് തൻ്റെ മിത്രം രാഷ്ട്രീയത്തിൽ. അതുപോലെ തന്നെയാണ് ഒരു സാമുദായിക ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സുകുമാരൻ നായരും ചിന്തിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സുകുമാരൻ നായർ ആർക്ക് വേണ്ടി വാദിക്കും? പഴയൊരു താല്പര്യം ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് ആ രീതിയിൽ ഇല്ല, സുകുമാരൻ നായർക്ക് ഇല്ല. അതൊരു വാസ്തവമാണ്. പണ്ട് സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്തേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം അഴിച്ചുവിട്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് സുകുമാരൻ നായർ ആ രീതിയിൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അത്ര വലിയ താല്പര്യം കാണിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇതിനെ അദ്ദേഹവും ഭയപ്പെടുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയും ഈ ഒരു ഘടകത്തെ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രഷർ ഗ്രൂപ്പുകളെ കൊണ്ട്, ചില പ്രഷർ ഗ്രൂപ്പുകളെ കൊണ്ട്, എല്ലാവരെയും കൊണ്ടല്ല, ചില പ്രഷർ ഗ്രൂപ്പുകളെ കൊണ്ട് ആരെയും ജയിപ്പിക്കാൻ സാധിക്കില്ല. വിചാരിച്ചു കഴിഞ്ഞാൽ ജയിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവർ വിചാരിച്ചാൽ ഒരാളെ തോൽപ്പിക്കാൻ പറ്റും. ഇവരുടെ ഒരു പ്രത്യേകത ഏതാണ്? ഈ പ്രഷർ ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരാളെ ജയിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ അയാളെ ഇവർക്ക് സിമ്പിളായിട്ട് തോൽപ്പിച്ചെടുക്കാൻ, വോട്ട് മറിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ പറയും പോയി പണി നോക്കാൻ പറയും. പക്ഷെ അന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമുഖതയിലുള്ള എല്ലാവരും, അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മത്സരത്തിൽ ഇറങ്ങുന്നു, അതേ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഒരു നല്ല ശതമാനത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തോട് എതിർപ്പ് കാണും. ഈ സമുദായത്തിൻ്റെ പ്രഷർ കൂടെ ആകുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? മാറ്റിക്കുത്താൻ കൂടുതൽ തയ്യാറാവും. അതവിടെ വർക്കൗട്ട് ആവും. പക്ഷേ ഈ നേതാവിന് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ കെമിസ്ട്രി. ഇതൊരു രസതന്ത്രമാണ്, പൊളിറ്റിക്സിലെ രസതന്ത്രം, ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി എന്ന് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമാകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരെല്ലാവരും ചേർന്ന് ഈ ചെറുപ്പക്കാരനെ എന്നേക്കുമായി പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ളൊരു തീരുമാനം ഇവരുടെ ഉള്ളിൽ ഉണ്ട്. കാരണം ഏത് സമയവും ഈ പറയുന്ന ചെറുപ്പക്കാരൻ, യുവാവായിട്ടുള്ള ഒരു നേതാവ്, ഇയാൾ ഈ പറയുന്ന സമുദായത്തിന് ഇയാളോട് താല്പര്യം തോന്നിയേക്കാം. കാര്യം നാളെ ഈ സുകുമാരൻ നായർ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ ദീർഘകാലത്തേക്ക് സുകുമാരൻ നായർ ഒരിക്കലും ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതാണ് സുകുമാരൻ നായർ ഈ പറയുന്ന പെരുന്ന NSSന്റെ ക്വാർട്ടേഴ്സിലെ താഴെത്തട്ടിൽ നിന്നും ഇന്ന് ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ആ ഒരു പടിവാതിലേക്ക്, ആ കസേരയിലേക്ക് വന്നിരിക്കാനുള്ള കാരണം ദീർഘകാലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നാരായണ പണിക്കർ ഇരിക്കുന്ന സമയം മുതൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പദവി. അതുകൊണ്ട് സുകുമാരൻ നായർ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ പോലും അത് ദീർഘകാലത്തെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നാളെ തങ്ങൾക്ക് ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഒരു വെല്ലുവിളിയായി മാറും. ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയും ഒരു ഈ പറയുന്ന പോലെ കേസിലെ പ്രതിയെ ന്യായീകരിക്കുകയാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നേക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കേസിന്റെ കാര്യം ഞാൻ അപ്പുറത്ത് നിൽക്കട്ടെ, അതവിടെ മാറി നിൽക്കട്ടെ. ഇവർക്കിടയിലെ ഇത്രയും വലിയ പ്രശ്നം ഈ ചെറുപ്പക്കാരൻ മാറാനുള്ള ഇത്രയും വലിയ ശത്രുത സണ്ണി ജോസഫ് പറയുന്നു ഇതൊരു എന്താ പറയുക ഈ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പെറ്റീഷനാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ പെറ്റീഷൻ, ആ കംപ്ലൈൻറ്റ് എനിക്ക് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പോയിരിക്കുന്നു. ഒരു ലീഗൽ ബ്രെയിൻ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പിന്നാലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറഞ്ഞിരിക്കുന്നു വെൽ ഡ്രാഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഒരു പരാതി തയ്യാറാക്കേണ്ടത്. പിന്നെ അല്ലാതെ ഇങ്ങനെ വെറുതെ അഴകുഴമ്പനായിട്ടൊരു പരാതി തയ്യാറാക്കണമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് സണ്ണി ജോസഫിനെ ചോദിപ്പിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ ഒരു നയം നോക്കുമ്പോൾ KPCC അധ്യക്ഷനാണ് ടോപ്പ്. പാർട്ടി തീരുമാനം പറയേണ്ടത് KPCC അധ്യക്ഷനാണ്, അല്ലാതെ പ്രതിപക്ഷ നേതാവല്ല. നിയമസഭയിലെ ചുമതലയാണ് പ്രതിപക്ഷ നേതാവിന് ഉള്ളത്. അല്ലാതെ പാർട്ടി തീരുമാനം പറയേണ്ടത് KPCC അധ്യക്ഷനാണ്. പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസിൽ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. അല്ലല്ല, എല്ലാ കാലത്തും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ തല്ലുന്നതാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. ഒറ്റ ഒഴുക്കിൽ അവർ ഇതുവരെ പോയിട്ടില്ല. അവർക്കിടയിൽ CM-ഉം ആഭ്യന്തരമന്ത്രിയും തമ്മിൽ തല്ലുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ചരിത്രം അങ്ങനെയാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയും CM-ഉം മുഖ്യമന്ത്രിയും തമ്മിൽ എല്ലാ കാലത്തും തമ്മിൽ തല്ലിയിട്ടുണ്ട്. അവർ അഭിപ്രായ ഐക്യം ഉണ്ടാകാറില്ല. അവിടെ ഒരു അധികാര വടംവലി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആഭ്യന്തരം കൈവച്ചിരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയെ ചൊറിയും, മുഖ്യമന്ത്രിക്ക് ആ ഒരു ചൊറിച്ചിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, പ്രതികരണം തിരിച്ചുണ്ടാവും, അത് തമ്മിലടിയിലേക്ക് അങ്ങനെ പോകാറുമുണ്ട്. ഈ ഒരു സാധനമാണ് സണ്ണി ജോസഫിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കാര്യം. സണ്ണി ജോസഫ് പിന്നെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ ഒരേ സ്വരമാണ്. മുഖ്യമന്ത്രി ഒന്നുകൂടി പറഞ്ഞു വെച്ചു ഇതിവിടെ എങ്ങും നിൽക്കില്ല,
ഇതിലും വലുത് വരാൻ പോവുകയാണ് എന്നുകൂടി പറഞ്ഞു വെച്ചത് ബേസ് ചെയ്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇതിനെ കൂടെ പിടിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ ഇതിൽ കാണുന്ന ന്യായീകരണം താൻ യു ഡി എഫിനെതിരെ പൊതുവിൽ വരാനുള്ള, അതായത് യു ഡി എഫ് എന്ന് പറയുമ്പോൾ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുത്തുന്ന ഈ സംവിധാനത്തിനെതിരെ വലിയ ഒരു എതിർപ്പ് വരാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷ വരുന്നതിന് മുമ്പ് തന്നെ ഈ ചെറുപ്പക്കാരനെ ഞാൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് എൻ്റെ തീരുമാനം അതുകൊണ്ടായിരുന്നു. സംവിധാനത്തെ മൊത്തത്തിൽ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. വ്യക്തി താല്പര്യങ്ങൾ ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. തുടരെ പാർട്ടിയിൽ നിന്നും പുറത്തു പോയ ഒരു ചെറുപ്പക്കാരൻ, അവർ തന്നെ പിടിച്ച് വെളിയിൽ കളഞ്ഞ ഒരു ചെറുപ്പക്കാരനെതിരെ സ്ഥിരമായി ഒരു പ്രസ്താവന നടത്തിയാണ്. കെ മുരളീധരൻ വീണ്ടും പറയുന്നു, വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പല രീതിയിൽ അദ്ദേഹം എന്താ പറയുക, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും കെ മുരളീധരൻ ഈ പറയുന്ന യുവാവ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞതിൽ പകയുണ്ടായിരിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ മുരളീധരൻ്റെ പകയുണ്ടെന്ന് നമുക്ക് പോയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രസ്താവന സഹോദരിക്കെതിരെ വരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ആൾ കെ മുരളീധരൻ. അല്ല, എന്നാലും അമ്മയെക്കുറിച്ചല്ലേ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇതിലേക്ക് പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നേട്ടമെന്ന് പറയുന്നത് അത് ഈ പറയുന്ന എന്താ, ഈ പള്ളിപ്പറമ്പിൽ പുല്ല് പുതച്ച് കിടക്കുന്ന എല്ലാ വസ്തുക്കളെയും മറന്നു പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയം. ആവശ്യത്തിന് മാത്രമാണ് പള്ളിപ്പറമ്പിൽ പുല്ല് പുതച്ച് കിടക്കുന്ന, പള്ളിപ്പറമ്പിൽ പുല്ല് പുതച്ച് കിടക്കുക എന്ന് പറയുന്ന സെമിത്തേരിയിൽ കിടക്കുന്ന ഒന്നിനെ ഓർക്കുക എന്ന് പറയുന്ന അവശ്യഘട്ടത്തിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ ഓർക്കാറുള്ളൂ. അല്ലാത്ത പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനും തൻ്റെ ഓർമ്മകൾ ഈ പറയുന്ന പോലെ കുഴിമാടത്തിൽ കിടക്കുന്ന ഒന്നിനെ ഓർത്ത് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇവിടെ ഒരു മന്ത്രിയുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഒരു മന്ത്രിയുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊല്ലാൻ വരെ ദീർഘകാലം ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു നേതാവ് ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുഴിമാടത്തിൽ കിടക്കുന്ന ഒന്നിനെ കുറിച്ച് ഓർക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ശ്രമിക്കാറില്ല. അത് ശ്രമിക്കാറില്ലെന്നല്ല, അവർ ഓർക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് വെച്ച് അവർ പ്രവർത്തിക്കില്ല. അത് അവരുടെ ഭാവിയെ, അവരുടെ ഭാവി പൊളിറ്റിക്കൽ കരിയറിനെ അത് ബാധിക്കും. ഇതൊരു പൊളിറ്റിക്സ് ആണ്. ഞാൻ പഠിച്ച പൊളിറ്റിക്സ് ആണ്, ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഒതുക്കാനുള്ള ഒരു ശ്രമം സാമുദായിക അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നു. അതിപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ ഉണ്ടാകുന്ന ഈ ചെറുപ്പക്കാരൻ. 30 വയസ്സോ മറ്റോ പ്രായമുള്ളൂ, 35 വയസ്സ്, 35 വയസ്സ് അത്രയേ ഉള്ളൂ. ആ ഒരു യുവാവിനെതിരെ ഇത്രയും വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇവർക്കൊക്കെ ഉള്ള എന്താ പറയുക, ഈ പറയുന്ന ധാർമ്മികമായിട്ടുള്ള വീര്യമൊന്നുമല്ല. ധാർമ്മികമായിട്ടുള്ള വീര്യം എന്ന് പറയുകയാണെങ്കിൽ, ധാർമ്മികമായിട്ട് ഇവർക്ക് ഇത്രയും വലിയ ഇതുണ്ടെങ്കിൽ പലരും രാഷ്ട്രീയം നിർത്തിപ്പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ പുറത്താക്കണം, എം വിൻസെന്റിനെ പുറത്താക്കണം, ഒരുപാട് പേര് പോകേണ്ടി വരും. ഈ പറയുന്നവരിൽ പോലും ചിലർ പോകേണ്ടി വരും. ധാർമ്മികത എന്ന് പറയുന്നതാണ് ഇവർ ഊന്നിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ പലരും ആ ഈ ഇട്ടിരിക്കുന്ന കുപ്പായം ഊരി എന്താ പറയുക, മുറിയിൽ തൂക്കേണ്ടി വരും. ഇട്ടിരിക്കുന്ന കതർ ഊരി വെക്കേണ്ട സമയം കഴിഞ്ഞു പോയ അവരെ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ. ഇത് ഈ പറയുന്ന മനുഷ്യ സഹജമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യമാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ കൂടുതൽ കടുത്ത കാര്യങ്ങൾ, പരാതി ഒന്നിൽ കൂടുതൽ വരുന്നു. ഒന്നിൽ കൂടുതലല്ല, കടുത്ത കാര്യങ്ങൾ, ഗുരുതരമായ പരാതിയാണ്. കടുത്ത കാര്യം. ഒരു സ്ത്രീയോട് ഗർഭിണിയാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവളെ ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിക്കുകയും ചെയ്യുന്നത് മുൻപ് എനിക്ക് തോന്നുന്നു IPC 312 പ്രകാരമുള്ള കുറ്റകൃത്യമായിരുന്നു. ഇപ്പോൾ BNS എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 312 ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. 25 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. IPC 312 ആയിരുന്നതാണ്, അതും ഓർമ്മയാണ്, മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ, അത് ഗുരുതര കുറ്റകൃത്യം, അത് ഗുരുതരമായിട്ടുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികത എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുതരമായ പരാതികൾ വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സണ്ണി ജോസഫ്, ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഞാനിത് പറയാം. സണ്ണി ജോസഫ്, KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അതുകൊണ്ട് ഇവിടെ നാട്ടുകാരെല്ലാവരും, ഇവിടെ ആര് പറഞ്ഞാലും നമ്മൾ പറയില്ല, എല്ലാവരും പറയുന്നത് ACC ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് തന്നെ ഞാൻ സമ്മതിക്കും. KC വേണുഗോപാൽ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാനാണ്, CM ആകാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ കേന്ദ്രത്തിൽ അവിടെ കിടന്ന് എന്താ പറയുക, വലിയ സംവിധാനത്തിൽ ACC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് കറങ്ങാനുള്ള അദ്ദേഹത്തിന് താല്പര്യമില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കിടന്ന് കറങ്ങാൻ അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹത്തിന് ഇവിടെ CM ആവാനാണ് താല്പര്യം. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു MP ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നു
നിയമസഭയിലേക്ക്. അത് പാർട്ടിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി, ഇതിൽ മത്സരിക്കാൻ താല്പര്യമുള്ള തനിക്കൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പിലുള്ള MP-മാർ അവരെ കൂടി മത്സരിപ്പിക്കും. 1-2 പേർ കൂടി മത്സര രംഗത്തേക്ക് വന്നേക്കാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് താൽക്കാലികമായി കൊടുക്കാൻ സാധ്യതയില്ല. പകരം പാലക്കാട് ഷാഫിയെ അദ്ദേഹം മത്സരിപ്പിക്കും. ഷാഫി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളാണ്. അടൂർ പ്രകാശിന് നിയമസഭയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അടൂർ പ്രകാശ് മത്സരിക്കും. അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. KC പക്ഷമാണ് അടൂർ പ്രകാശ്. അദ്ദേഹവും മത്സര രംഗത്തേക്ക് വരും. അതായത് KC, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ 3 എണ്ണമായി. അതൊരു വലിയ ബെൽറ്റാണ്. ഇവർക്കൊപ്പം നിൽക്കുന്ന ബാക്കിയുള്ള KPCC ഭാരവാഹികൾ അടക്കമുള്ളവർ, KC ഇറങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള KPCC ഭാരവാഹികൾ അദ്ദേഹത്തിനൊപ്പമേ നിൽക്കുകയുള്ളൂ. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഏതാനും സിറ്റിംഗ് MLA-മാരാണ് അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ ഉള്ളത്. അവർ പോലും എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ 2 പക്ഷം, ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്. അദ്ദേഹത്തിന് കൂടെ കുറച്ച് ഈ പറയുന്ന പോലെ KPCCയുടെ ഭാരവാഹികളും കുറേ സിറ്റിംഗ് MLA-മാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. VD സതീശന്റെ കൂടെയുള്ള ഈ പറയുന്ന പോലെ സിറ്റിംഗ് MLA-മാർക്ക് പുറത്തുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ DCC അധ്യക്ഷനാണ്. VD സതീശനൊപ്പം നിൽക്കുന്ന എറണാകുളം DCC അധ്യക്ഷനാണ് ഇവിടുത്തെ. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു സ്ട്രോങ് ആയിട്ട്, സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നേതാവെന്നല്ല, സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമാണ്. ബാക്കി കുറച്ച് സിറ്റിംഗ് MLA-മാരാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. ഇവരുടെ ഒരു തീരുമാനം, KC പക്ഷത്തിന്റെ ഒരു തീരുമാനം, തുറന്ന പോരിന് അവർ ഇറങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. അവർ ഇതിൽ എന്താ പറയുക, ക്ഷമിക്കാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തലിനെ വെച്ച് VD സതീശൻ ഉദ്ദേശിച്ചത് ഷാഫിയായിരുന്നു. അത് ഭരണപക്ഷത്തിന് ഷാഫിക്കെതിരെ അടിക്കാനുള്ള വടി VD സതീശൻ വെട്ടിക്കൊടുത്തു എന്നുള്ളതാണ് KC പക്ഷം വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു നേതാവിനെ മാത്രമല്ല, ഷാഫിയെ കൂടി വീഴ്ത്താനുള്ള ശ്രമം VD സതീശൻ നടത്തിയതുകൊണ്ട് VD സതീശനെ ഈ നിയമസഭ കാണിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ ഈ സംഘം ഉള്ളത്. തോൽപ്പിക്കാനുള്ള ശ്രമം നടക്കും. തോൽപ്പിക്കാൻ ശ്രമം നടന്നില്ലെങ്കിലും അദ്ദേഹം ജയിച്ചു വന്നാലും അദ്ദേഹത്തിന് ഒരു താക്കോൽ സ്ഥാനം കിട്ടാതിരിക്കാനുള്ള ശ്രമം ഈ സംഘം നടത്തും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം KCയുടെ വീട്ടിൽ തയ്യാറായി കഴിഞ്ഞു. KC എന്തായാലും നിൽക്കുന്നത് കൊണ്ട് ലീഗ് KCയെ തള്ളിപ്പറയാൻ പോകുന്നില്ല. ലീഗിന് താല്പര്യമുള്ളവരാണ് ഷാഫിയും മാങ്കൂട്ടവും ഈ പറയുന്നവരൊക്കെ തന്നെ ലീഗിന് താല്പര്യമുള്ളവരാണ്. ലീഗ് ഒരു കോൺഗ്രസ് UDF-ൽ ഒരു പ്രഷർ ഗ്രൂപ്പാണ്, ശക്തിയുള്ള ഒരു പ്രഷർ ഗ്രൂപ്പ്. ഒരുപക്ഷെ കോൺഗ്രസിനോളം ശക്തി ലീഗിന് UDF-ലുണ്ട്. സ്വാഭാവികമായിട്ടും അവർ നിൽക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വെട്ടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. നാളെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടോടെ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ട ഈ സമുദായമാണ്. ഈ സമുദായത്തിന് ഉള്ള ഒരാൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ആർക്കാണ് കൂടുതൽ പവർ കിട്ടുക? ഇവർക്ക് കിട്ടും. കാര്യം ഈ പറയുന്ന വലിയ സമുദായങ്ങളൊന്നാണല്ലോ ഇതും അതിൻ്റെ ഒരാളേതായി ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ അങ്ങനെ ഒരു പവർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന നേതാക്കൾ എല്ലാവരും കൂടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തുറന്ന യുദ്ധം, എനിക്ക് തോന്നുന്നത് CPM പോലും ഇത്രയും വലിയ തുറന്ന യുദ്ധം ഈ ചെറുപ്പക്കാരനെതിരെ പ്രഖ്യാപിച്ചിട്ടില്ല. CPM ഇത് ഒരുപക്ഷെ ഒരു ഘട്ടം വരെയും CM മിണ്ടിയിട്ടില്ല. CM ഈ വിഷയത്തിൽ ഒരു ഘട്ടം വരെയും അവഗണിച്ചു വിട്ട വിഷയമാണ്. CM ഇതിനെക്കുറിച്ച് മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. CM ഈ അടുത്തിടയ്ക്കാണ് പ്രതികരിച്ച് തുടങ്ങിയത്. CM ഇതുവരെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലായിരുന്നല്ലോ. CM അടുത്തിടയ്ക്ക് വരെയും CM അതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന രീതിയിലാണ് CPM കണ്ടത്. അതേസമയം ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. കാര്യം അവരുടെ പൊതുച്ചോറെന്ന് പറഞ്ഞിട്ട് അപമാനിച്ചു. അത് അവർക്ക് വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. അവരെ പല ചെറുപ്പക്കാരും അതിലൊരു കാരണവശാലും അവരെ കുറ്റം പറയാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അദ്ദേഹത്തിന്റെ നാക്ക് വഴിയാണെങ്കിൽ അത് അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ അതിനോട് മാപ്പ് പറയണം. അത് തീർച്ചയായും പറയേണ്ട ഒരു കാര്യമാണ്. ആ ചെറുപ്പക്കാർ വീട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഉപഭോക്താവ് ആരാണെന്ന് അറിയില്ല, അത് വിതരണം ചെയ്യുന്ന ആരാണെന്നും അല്ല, ഈ വിതരണം ചെയ്യുന്ന ഈ ചെറുപ്പക്കാർ മാത്രമാണ് ഇതിനെ നടക്കിക്കുന്നത്. ഈ തരുന്ന ആൾക്കറിയാവുന്ന ഈ ചെറുപ്പക്കാരെയാണ്, മേടിക്കുന്ന ആൾക്കും അറിയാവുന്ന ഈ ചെറുപ്പക്കാരെ മാത്രമാണ്. ഈ രണ്ടുപേരും തമ്മിൽ യാതൊരു ലിങ്കും ഇല്ല. ഉണ്ടാക്കി കൊടുക്കുന്നവനും അത് കഴിക്കുന്നവനും തമ്മിൽ യാതൊരു ലിങ്കും ഇല്ലാത്ത ഏർപ്പാടാണ്. അത് അദ്ദേഹം മാപ്പ് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ആ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. സ്വാഭാവികമായിട്ട് അവരുടെ വൈകാരികമായി ഇതിനെ തെറ്റ് നമുക്ക് അവരെ ഒരു കാരണവശാലും അവരെ ആ കാര്യത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ സ്വന്തം പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക രസതന്ത്രം ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലാറ്റിൽ അത് ഈ കുന്നത്തൂർ മേടിനടുത്താണ് ഈ പറയുന്ന ഫ്ലാറ്റ് നിലനിൽക്കുന്നത്. ഇതൊരു വലിയ കെട്ടിടമാണ്, ബഹുനില കെട്ടിടം. ഫ്ലാറ്റ് എന്ന് പറയും, ബഹുനില കെട്ടിടം. ഞാനെന്തിനു വേണ്ട. അപ്പോൾ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിൽ
ഇതിലാണ് അദ്ദേഹം താമസിച്ച് വന്നിരുന്നത്. അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് അദ്ദേഹം അവിടുത്തെ ഈ പറയുന്ന പോലെ വോട്ടർ ഐ ഡി അവിടേക്ക് മാറ്റി അവിടുത്തെ വോട്ടർ ഐ ഡി ഒക്കെ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഈ ഫ്ലാറ്റിൽ പോലീസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടുത്തെ അസോസിയേഷന് ബുദ്ധിമുട്ട് ഉണ്ടാകും. ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്ലാറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവായി. അവിടുന്ന് എന്താ പറയാ, എന്നെ നുള്ളി പിച്ചി ഒന്നാം ക്ലാസ്സിലെ ചെറിയ കാര്യങ്ങൾ പോലും സീരിയസ് ആയിട്ട് അതെ നഴ്സറി കുട്ടികളെ പോലെയാണ് ഫ്ലാറ്റ് അസോസിയേഷൻ. അതെല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെയാണ് അസോസിയേഷൻ പെരുമാറുന്നത്. അവരെ കുറ്റം പറയുന്നില്ല. അവർ നമുക്ക് ഓർമ്മയില്ലേ ഗേറ്റ് തുറന്നിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസിന്റെ ഓഫീസ് അവർ ഫ്ലാറ്റിൽ പ്രവർത്തിച്ച സമയത്ത് നമ്മൾ ഗേറ്റ് തുറന്നിട്ടു, ഗേറ്റിന്റെ ഇത് അടച്ചു വെച്ചില്ല, അതൊക്കെയുള്ള പരാതികൾ വരാറുണ്ടല്ലോ. അതുപോലെ ഈ നുള്ളി പിച്ചി തൊട്ടു എന്നെ മാന്തി എന്നെ നോക്കി എന്നൊക്കെ പറയുന്ന പരാതി പറയുന്ന ഒരു സംഘമാണിത്. ഒരുപാട് കുടുംബങ്ങളാണല്ലോ ഇതിനകത്ത് താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാം എതിര് വന്നപ്പോൾ ഒരു MLA യോട് അവിടെ നിന്ന് പുറത്തു പോകാൻ, ഈ വരുന്ന 25-ാം തീയതി പുറത്തു പോകാൻ, 25-ാം തീയതിക്കകം പുറത്തു പോകാനുള്ള നോട്ടീസാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അസോസിയേഷൻ നൽകിയിരിക്കുന്നത്. അതിലൊരു പ്രഷർ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കാം. അതുകൂടി ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയിരിക്കില്ലല്ലോ, ആരെങ്കിലും ഒക്കെ കാണുമല്ലോ ഈ അസോസിയേഷനകത്ത്. ഫ്ലാറ്റ് അസോസിയേഷൻ ആണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന പോലെ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റികൾ തീരുമാനിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെയൊക്കെ സ്വന്തം ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമം അതുകൊണ്ട് ഇപ്പൊ നടത്താറുണ്ട്. ഈ ഫ്ലാറ്റ് അസോസിയേഷനുകളിൽ ഇപ്പൊ അങ്ങനെയുള്ള പരിപാടികളുണ്ട്. കാര്യം സ്വന്തം ഇഷ്ടക്കാരെ ആ ഒരു ഏരിയയിൽ ആ ഒരു എന്താ പറയുക, ഒരു ചിലപ്പം നഗരസഭാ ഡിവിഷൻ ആയിരിക്കും, ചിലപ്പോൾ പഞ്ചായത്തിലെ വാർഡായിരിക്കും, ആ ഒരു മേഖലയിലെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെ ഇവിടെ പിടിച്ച് ആ ഒരു തലപ്പത്തേക്ക് ഇരുത്താനുള്ള ശ്രമം എല്ലാ മേഖലയിലും ഇപ്പോൾ നടത്താറുണ്ട്. കാരണം ഈ വോട്ടിന്റെ തട്ടിപ്പ്, വോട്ട് ചേർത്ത് കളഞ്ഞിട്ട് തട്ടിപ്പുകൾ നടത്തും. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഏർപ്പാട് ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹം മാറാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്നുകൂടി പറയാം, ഇന്നലെ അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ വളഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചായ കുടിച്ചു, ഫുഡും കഴിച്ചു, അദ്ദേഹം സ്നാക്സ് ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് സന്തോഷവാനായി MLA ഓഫീസിലേക്ക് പോയി. ഇതിനെ ദൃശ്യം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് എല്ലാവരും ആ ഈശ്വർ പുറത്തിറങ്ങുന്നതിൻ്റെ അന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം. 4-5 ദിവസം പട്ടിണി കിടന്നിട്ടാണ് കഞ്ഞിയെങ്കിലും കുടിച്ചത്. ശരി, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.